പയ്യന്നൂർ കാറമേലിൽ വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമരെഴുത്തിന്റെ പേരിൽ തകർത്ത മതിൽ പുനർനിർമ്മിക്കുന്നതിന്റെ പ്രവർത്തികൾ ആരംഭിച്ചു. തുടർന്ന് പായസ വിതരണവും നടന്നു. തകർക്കപ്പെട്ട മതിൽ ആഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ഈ മതിൽ പൊളിച്ച പോളിംഗ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത് പൊളിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങളിവിടെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഈ മതിൽ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് ചുമരെഴുതാനുള്ള അനുവാദം തന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അത് പുനർനിർമ്മിക്കുന്നതിനുള്ള സാമ്പത്തിക ബാധ്യത അവരെ ഏൽപ്പിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുകയും അത് ഞങ്ങൾ കെട്ടിത്തരും എന്ന് അവരോട് പറയുകയും അത് അവരംഗീകരിക്കുകയും ചെയ്തു. വൈകിയതിനെക്കുറിച്ച് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കൗണ്ടിങ്ങൊക്കെ കഴിഞ്ഞ് എന്താണ് കേരളത്തിൻ്റെ പൊതു അവസ്ഥ, പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്നതൊക്കെ മനസ്സിലാക്കി അതിനുശേഷം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം എന്നൊരു ധാരണയിലാണ്. അത് വൈകിയത് ഏതായാലും ഇന്ന് ആ കാര്യം നിർവഹിക്കാൻ സാധിച്ചത്. ഇതിൻ്റെ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകും? പോലീസ് നടപടി എത്രത്തോളം എത്തി? അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല, ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു FIR മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. ബാക്കി 21 കേസിലും ഒരാളെ പോലും കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ പോലീസ് ഇതേവരെ തയ്യാറായിട്ടില്ല. ഈ ഭരണമാറ്റമുണ്ടായപ്പോൾ പോലീസിനോട് ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അടിയന്തരമായും ഈ കേസിൽ കുറ്റക്കാരെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും എന്ന നിലയിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ പ്രതികളെ കണ്ടെത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഭരണത്തിൻ്റെ സ്വാധീനത്തിലാണ് പ്രതികളെ കണ്ടെത്തുന്നതിൽ നിന്ന് പോലീസ് പിന്നോക്കം പോയത് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി അതുണ്ടാകില്ല. ആ നിലയിൽ കർശനമായ നിലപാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ.